സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചതായ ഭാഗ്യം, കർത്താവിനോട് സ്ത്രീ പറഞ്ഞു, നിന്നെ വഹിച്ചതായ ഉദരവും നീ കുടിപ്പിച്ച മുലകളും ഭാഗ്യമുള്ളവയാണ്. കർത്താവ് പറഞ്ഞല്ല, ഭാഗ്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നത്. ഒരു വീട്ടിലെ കർത്താവ് ഇരിക്കുമ്പോൾ ആളുകൾ വന്ന് പറഞ്ഞു, നിന്നെ കാണാൻ എന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും പുറത്തു വന്ന് നിൽക്കുന്നു. ഇതൊരു സത്യമാണല്ലോ. തന്നെ പ്രസവിച്ച അമ്മയും തന്നോടൊപ്പമുള്ള സഹോദരന്മാരും പുറത്തു നിന്ന് പറയുമ്പോൾ ആ മകൻ എഴുന്നേറ്റ് അമ്മയെ ബഹുമാനിക്കണം. അതിനൊന്നും ഒരു കുറവുമില്ല. പക്ഷെ കർത്താവിന്റെ മനോഭാവം അമ്മയുടെ മാതൃത്വത്തെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ആർക്കൊക്കെ ദൈവമാതാവാകാം. നമുക്കതിനുള്ള അവകാശമുണ്ട്, നമുക്കതിനുള്ള അർഹതയുണ്ട്. നമ്മെ അതിനായിട്ട് വിളിച്ചു പറഞ്ഞിച്ചാണ്. കാരണം കർത്താവ് പറയുന്ന ദൈവത്തിന്റെ ഇഷ്ടം ആര് നിവർത്തിക്കുന്നുവോ അവർക്കൊക്കെ എന്റെ അമ്മയാകാം. നിന്റെ അമ്മ പുറത്തു നിന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പുരുഷാരത്തോട് കർത്താവ് ചോദിച്ച ചോദ്യം അതാണ്, ആരാണ് എന്റെ അമ്മ? Who is my mother? You are my mother. നിങ്ങളാണ് എന്റെ അമ്മ. അപ്പൊ ഇന്ന് മണർകാട് പള്ളിയിൽ വരികയും മറ്റനേക ദേവാലയങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് കഴിയുന്ന നാം എല്ലാം ദൈവമാതാവാകാനുള്ള അർഹതയുണ്ട്. ഗർഭം ധരിച്ചത് ശാരീരിക ഗർഭമല്ലല്ലോ, വചനത്തെ ഗർഭം ധരിച്ച് വചനാത്മകമായ ജീവിതം പങ്കുവെച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത് നന്മയെ പ്രസവിക്കുവാൻ സാധിക്കണം. അതാണ് അമ്മയുടെ മധ്യസ്ഥത സൃഷ്ടി. അതുകൊണ്ട് കർത്താവ് ഇന്ന് തരുന്ന വലിയ സന്തോഷവും അനുഗ്രഹമാണ്, നിങ്ങളാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. ആ മാതൃത്വത്തിന്റെ സാഹോദര്യത്തിന്റെ അവകാശത്തിന് മോഹനിക്കും നമുക്കൊക്കെ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി എത്തുന്നതിന്റെ ഈ 10-ാം ദിവസം എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്? ഈ നോമ്പിന്റെ പ്രത്യേകത പരിശുദ്ധ അമ്മയുടെ ജനനത്തിനാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ബർത്ത്ഡേ പാർട്ടികൾ നാം നടത്താറുണ്ടല്ല, ബർത്ത്ഡേ ആഘോഷങ്ങൾ നടത്താറുണ്ട്. ആ മക്കളുടെ ജന്മദിനം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു അമ്മയാണ്. പക്ഷെ അമ്മയുടെ ബർത്ത്ഡേ വരുമ്പോൾ മക്കൾക്ക് എന്ത് പ്രതിപകരം ചെയ്യാം? അതല്ലേ ഈ നോമ്പിന്റെ ആവശ്യം. എനിക്ക് വേദനയുണ്ടെന്നും എനിക്ക് നീരുണ്ടെന്നും എനിക്ക് ജോലി വേണമെന്നും വിവാഹം വേണമെന്നും എനിക്ക് വീട് പണിയണമെന്നും ഒക്കെയുള്ള ആ ആവലാദികൾ ഈ സന്നിധിയിൽ സമർപ്പിക്കും.